ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു. അപ്പൊ ന്യൂസിലാൻഡ് IJK ഫാമിലിയുടെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് മുതൽ നമ്മുടെ 10 ദിവസത്തെ ചലഞ്ച് വീഡിയോ തുടങ്ങാൻ പോവാണ്. ഞങ്ങള് ഇത് വാവട്ടിക്ക് പൊന്നുശ്രം ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇപ്പൊ അവര് മറ്റേ സർപ്രൈസ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അവർക്ക് എന്താണ് ഇവിടെ ഞങ്ങൾ ചെയ്യാൻ പോണെന്ന് അറിയില്ല. അപ്പൊ ഞാനും നിന്റെ ഏട്ടനും ഇന്ന് ക്യാമറയുടെ പുറകിലാണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഞങ്ങൾ ചെയ്യാൻ പോണത്, ഇവർക്കറിയാം ചലഞ്ച് വീഡിയോ എന്ത് ചലഞ്ചാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഓട്ടിക്ക് മനസ്സിലും അവരെന്തോ എന്റെ കയ്യിൽ ഒരു പേപ്പർ കണ്ടിട്ടുണ്ട്. സോ എന്തോ പൈസ പോലെ തോന്നണം. സോ എന്താണ് നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്യണേ? എന്ത് ചലഞ്ച് ആയിരിക്കും ഞാൻ തരാൻ പോണേ? ഓണത്തിനെ കുറിച്ചാണ്. അല്ലല്ല, ഓണത്തിന്റെ നമ്മൾ ഓൾറെഡി നമ്മുടെ 10 ദിവസത്തെ സീരീസ് കഴിഞ്ഞു. മറ്റേ ആ ഒരു ഇത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കാണിച്ചാൽ ഇപ്പൊ ഇത് മെയിൻ ആയിട്ട് നമ്മൾ നടത്തുന്നതിന്റെ കാരണം നമ്മുടെ 200 വീഡിയോ നമ്മൾ കഴിഞ്ഞു. നമ്മൾ 200 വീഡിയോ കഴിഞ്ഞ് മേലെ നമ്മൾ അപ്ലോഡ് ചെയ്തു. 200. അപ്പൊ 100 ദിവസം നമ്മൾ 3 പേരും കൂടി ഇരുന്നിട്ട് ഒരു Q&A പോലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അതുപോലെ നമ്മൾ 200 കഴിഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു ഒരു ചലഞ്ച് വീഡിയോ ഒരു 10 ദിവസത്തേക്ക് നമുക്ക് ചെയ്യാൻ കരുതി. അതാണ് ഇന്ന് ഫസ്റ്റ്. അപ്പം അമ്മയുടെ കയ്യിലുള്ള പേപ്പർ, നമ്മുടെ കയ്യിൽ ഒരു പേപ്പർ പോലെ മടക്കി വെച്ചത് കണ്ടില്ലേ? അപ്പം അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ? എനി ഐഡിയ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ? നത്തിങ്. ഓക്കെ, അപ്പം ഞാനിപ്പോ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് കുറച്ച് റൂൾസ് ഉണ്ട്. ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട്. അമ്മ പറയട്ടെ? അമ്മ ആദ്യം തന്നെ 2 പേരുടെ കയ്യിലും 2 പേപ്പർ വെച്ച് തരും. ഓക്കെ, എന്നിട്ട് ഒരു പ്രാവശ്യം ഞാൻ വാവൂട്ടിക്ക് എന്താണോ ഇഷ്ടം അത് 2 സംഭവം അതുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അമ്മ ഒരു പേപ്പറിനകത്ത് എഴുതിയേക്കണ്, ഒരു പേപ്പറിനകത്ത് അമ്മ, ഒരു പേപ്പറിനകത്ത് അപ്പ. അപ്പൊ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണത് ആരെയാണ് കൂടുതൽ ഇഷ്ടം വാവൂട്ടിക്ക്? ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് കേൾക്കണം. ആരെയാണ് ഇഷ്ടം വാവൂട്ടിക്ക്? അപ്പൊ വാവൂട്ടിക്ക് ശരിക്കും ഇഷ്ടം അപ്പേനെയാണെങ്കിൽ വാവൂട്ടി അപ്പേനെ ഉള്ള ആ കാർഡ് എടുക്കും. അപ്പൊ നമ്മൾ റെഡി 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ആ കാർഡ് പൊക്കണം. അപ്പൊ നിങ്ങളുടെ കാർഡ്, കയ്യിലിരിക്കുന്ന കാർഡ് ഹൈഡ് ചെയ്ത് പിടിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നീ അപ്പ എന്നുള്ളത് പൊക്കാൻ പോണെന്നുണ്ടെങ്കിൽ ചേട്ടൻ അത് കണ്ടു കഴിഞ്ഞാൽ ചേട്ടനും കൂടി അപ്പ പൊക്കും. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ജയിക്കും. മനസ്സിലായോ? നീ പൊക്കണ കാർഡ് അവൻ പൊക്കിയാൽ ആണ് അവൻ ജയിക്കുള്ളൂ. ചേട്ടൻ എന്താണ് ഇഷ്ടം? ഇപ്പൊ അമ്മ ചോദിക്കാണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പൊ അമ്മ ചോദിക്കാണ്. മനസ്സിലായോ? ചേട്ടൻ എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ നീ അവന്റെ ഇഷ്ടം നീ മനസ്സിലാക്കിയിട്ട് നീ എടുക്കണം. മനസ്സിലായോ? അപ്പൊ അതുപോലെ അപ്പം പക്ഷെ അതിന് മുന്നേ നിങ്ങൾ കാർഡ് പൊക്കണേന് മുന്നേ ഇപ്പൊ നിന്റെ ഇഷ്ടത്തിനാണ് നീ കാർഡ്, ഇപ്പൊ നീ അപ്പയുടെ അപ്പാന്ന് എഴുതിയേക്കണം, നീ പൊക്കാൻ പോവാണെങ്കിൽ നീ ചേട്ടനെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ചേട്ടൻ കാണുമല്ലോ നീ ഏതാ പൊക്കാൻ പോണേ. അപ്പം അപ്പൊ ചേട്ടന് അതങ്ങനെ നോക്കിയിട്ട് എടുക്കാം. അതുപോലെ തന്നെ നെയ്യും. അപ്പൊ ഇപ്പൊ 2 കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ട്, അത് നിങ്ങൾ ഹൈഡ് ചെയ്ത് പിടിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അതിനാണ് ആ കുഞ്ഞു പില്ലോ തന്നേക്കുന്നത്. അപ്പൊ അതിന്റെ അടിയിലേക്ക് നിങ്ങൾക്ക് വെക്കാം. എന്നിട്ട് അവിടെ വെച്ച് നിങ്ങൾ ഷഫിൾ ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് പൊക്കാം. ഓക്കെ, ഗെയിമിന്റെ റൂൾസ് മനസ്സിലായോ? ഓക്കെ, അങ്ങനെ നമ്മൾ പോയിന്റ് എഴുതും. അപ്പൊ റൂൾസ് മനസ്സിലായില്ലേ? എങ്ങനെ കളിക്കേണ്ടത് മനസ്സിലായാ? എന്തെങ്കിലും ഡൗട്ട്? ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് കളി അങ്ങ് തുടങ്ങാൻ പോവാണ്. ട്രയൽ ഒന്നുമില്ല. 10 എണ്ണാണ് നമ്മ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണേ. അപ്പൊ 10 കാർഡാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണേ. അപ്പൊ അതിൽ ഫസ്റ്റ് കാർഡ് തരാൻ പോണേ കേട്ടോ. അപ്പൊ ഞാൻ 2 പേർക്കും 2 കാർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലത് കയ്യിൽ നിങ്ങൾ ഒരെണ്ണം ഫിക്സ് ചെയ്യ്, ഇടത് കയ്യിൽ റൈറ്റ് ഹാൻഡിൽ ഒരെണ്ണം ഫിക്സ് ചെയ്യ്, ലെഫ്റ്റ് ഹാൻഡിൽ ഒരെണ്ണം ഫിക്സ് ചെയ്യ്. അപ്പം അമ്മ ചോദിക്കുന്ന ക്വസ്റ്റ്യന് നിങ്ങൾക്ക് അത് പൊക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണിക്കണ്ട, ഓൾറെഡി നിങ്ങൾ ഫിക്സ് ചെയ്യ് കൈക്കകത്ത്, എന്നിട്ട് ഇത് ചുരുട്ടി പിടിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം നിങ്ങളുടെ റൈറ്റ് ഹാൻഡിൽ എന്താ ലെഫ്റ്റ് ഹാൻഡിൽ എന്താന്ന്. ഓക്കെ, അല്ല അമ്മ പറയും, ക്വസ്റ്റ്യൻ അമ്മ പറയും, അതിനനുസരിച്ച് നിങ്ങൾ റേസ് യുവർ ഹാൻഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അറിയാലോ എന്നിട്ടാണ് നിങ്ങളുടെ റൈറ്റ് ഹാൻഡിലുള്ളതും ഏത് ലെഫ്റ്റ് ഹാൻഡിലുള്ളതെന്ന്. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിപ്പോ നിങ്ങൾക്ക് തന്നേക്കണത് ഒരെണ്ണം KFC, ഒരെണ്ണം മാക്ഡൊണാൾഡ് ആണ്. 2 പേർക്കും ഇതേ സെയിം കാർഡാണ് നമ്മൾ തന്നേക്കണത്. ഇതില് വാവുട്ടിക്ക് എവിടെ പോവാനാണ് ഇഷ്ടം? അതായത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക, ഇതിലിപ്പം KFC ആണോ മാക്ഡൊണാൾഡ് ആണോ, അതിൽ വാവുട്ടിക്ക് എവിടെന്ന് ഫുഡ് കഴിക്കാനാണ്? വാവുട്ടി ചീറ്റിംഗ് ഇല്ല കേട്ടോ. അപ്പൊ എവിടെ പോവാനാണ് വാവുട്ടിക്ക് ഇഷ്ടം? അല്ല ഇപ്പൊ കാണിക്കരുത്, നിങ്ങൾ കൈ പൊക്ക്. യെസ്, ഓക്കെ. ഇനി അത് ആ റൈറ്റ് ഹാൻഡിലുള്ളത് എന്താ നമ്മനെ കാണിക്ക്. നിനക്ക് നീ കാണിക്ക്, പൊന്ന് കാണിക്ക്. ഓക്കെ, അപ്പൊ 2 പേർക്കും ഒരു പോയിന്റ് കേട്ടാ. അപ്പൊ അമ്മ പോയിന്റ് എഴുതുന്നുണ്ട് ഇവിടെ. ഓക്കെ, നെക്സ്റ്റ് തരാവേ. അപ്പൊ അടുത്ത കാർഡ് ഞാൻ 2 പേരും കൊടുത്തു.
അപ്പൊ നിങ്ങൾക്ക് ഒരു കാർഡിനകത്ത് നിങ്ങളുടെ ഈറ്റിംഗ്, നെക്സ്റ്റ് കാർഡിനകത്ത് ഷോപ്പിംഗ് ആണ് എഴുതിയേക്കുന്നത്. ഇതില് നെക്സ്റ്റ് ഇപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ വാവുട്ടിയുടെ ആയതുകൊണ്ട് നെക്സ്റ്റ് പൊന്നൂസ് ഓഫ് കോഴ്സ്. അപ്പൊ നിങ്ങൾ ഫിക്സ് ചെയ്തോ നിങ്ങളുടെ കയ്യിൽ റൈറ്റ് ഹാൻഡിൽ ഏതാ ലെഫ്റ്റ് ഹാൻഡിൽ ഏതാന്ന്. പൊന്നൂസിന് ഇതില് പൊന്നൂസ് ഫിക്സ് ചെയ്തോ? ഓക്കെ. പൊന്നൂസിന് ഇതില് എന്താണ് ഇഷ്ടം? ഓക്കെ. അപ്പൊ പൊന്നൂസ് എന്താണ് കൈ പൊക്കിയേക്കണത്? ഈറ്റിംഗ്. വാവുട്ടിയോ? ശരിക്കും കാണിക്ക് പൊന്നൂസിന്റെ ഈറ്റിംഗ് തലതിരിഞ്ഞിരിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് കാർഡ് കൊടുത്തു. രണ്ടുപേർക്കും നിന്ന് ഫിക്സ് ചെയ്യ് ഒരു കയ്യില്. ഏതാണോ നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാ നിങ്ങളുടെ കയ്യിൽ ഫിക്സ് ചെയ്തോ. ഓക്കെ, പൊന്നൂസ് ഓക്കെ അല്ലേ? കൺഫേം അല്ലേ ഏത് കയ്യിൽ എന്താന്ന്? ഓക്കെ, ഞാനിപ്പോ നിങ്ങൾക്ക് തന്നത് ഒരെണ്ണം സമ്മർ, ഒരെണ്ണം വിന്റർ. ഇതില് വാവുട്ടിക്ക് ഇഷ്ടപ്പെട്ട ക്ലൈമറ്റ് എന്താണ്? വിന്റർ. ആക്ച്വലി ദ ആൻസർ ഈസ് വിന്റർ അല്ലേ? നിനക്ക് ശരിക്കും വിന്റർ അല്ലേ ഇഷ്ടം? പക്ഷെ ചേട്ടൻ എനിക്ക് അറിഞ്ഞില്ല ചേട്ടൻ എവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്. എന്നിട്ട് റൈറ്റ് ചെയ്യാൻ പോക്കാന്നാ? അല്ല, എന്നിട്ടാ വിന്റർ എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു ചേട്ടൻ സമ്മർ ചൂസ് ചെയ്യുന്നത്. പോടാ, അപ്പൊ നീ തോറ്റി കളിയില്. സോറി. അപ്പൊ നെക്സ്റ്റ് കാർഡ് തന്നിട്ടുണ്ട്. അയ്യോ, ഇതില് നമ്മ തന്നേക്കണത് കോക്ക് ഓർ ഫാൻറ്റ ആൻഡ് ഫാൻറ്റ. അതാണ് നമ്മുടെ രണ്ട് കാർഡ്. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വാവുട്ടിയുടെ ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ പൊന്നൂസിനോട് ചോദിക്കാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഫിക്സ് ചെയ്തോ കേട്ടോ, കോക്കും ഫാൻറ്റയും. ഇതില് പൊന്നൂസിന് ആക്ച്വലി കാർബണേറ്റഡ് വാട്ടർ ഒന്നും ഇഷ്ടമല്ല. കമ്പയർ ടു കോക്ക് ആൻഡ് ഫാൻറ്റ, അതിൽ ഏതാണ് പൊന്നൂസിന് ഇഷ്ടം? എടാ പറയൂ. അപ്പൊ പൊന്നൂസ് ഫസ്റ്റ് പൊന്നൂസ് ചൂസ് ചെയ്തോ. പൊന്നൂസ് ചൂസ് ചെയ്തില്ലേ? വാവുട്ടി പൊക്ക് കൈ. ഓക്കെ, ഫാൻറ്റ. പൊന്നൂസ് പൊക്കം പോണേ കോക്ക്. അപ്പൊ അടുത്ത കാർഡ് തന്നു. അതില് ഒരു കാർഡ് ഫുഡ് ഫ്രം ഔട്ട്സൈഡ്. ഒന്നുകൂടി നോക്കട്ടെ. അല്ലെങ്കിൽ ഒരെണ്ണം ഫുഡ് ഫ്രം ഔട്ട്സൈഡ്, നെക്സ്റ്റ് ഫുഡ് അമ്മ ഉണ്ടാക്കണത്. ഓ, അതാണോ? ഓക്കെ. അപ്പം ഞാൻ ആദ്യം ലാസ്റ്റ് ഇപ്പൊ പൊന്നൂസിനോടല്ലേ ചോദിച്ചേ. അപ്പം ഇതില് വാവുട്ടിക്ക് ഏതാണ് ഇഷ്ടം? നിങ്ങള് രണ്ടുപേരും ആദ്യം കൈ പൊക്ക, എന്നിട്ട് അമ്മ ചോദിക്കുമ്പോൾ ഓപ്പൺ ആക്കിയാൽ മതി കേട്ടോ. ഇതിൽ വാവുട്ടിക്ക് ഏതാണ് ഇഷ്ടം? വാവുട്ടി കൈ വെക്കോ? പൊന്നൂസിന്റെ കൈ പൊക്കത്തെ. ഓക്കെ, ഈ വാവുട്ടി കാണിക്കും ഫസ്റ്റ് ഏതാണ്? അല്ലല്ലോ, വാവുട്ടിയുടെ അല്ലേ കറക്റ്റ് ആൻസർ. നോക്കട്ടെ. ഫുഡ് ഫ്രം ഔട്ട്. നിനക്ക് അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഇഷ്ടമില്ലടാ, കള്ളാ. നീ ഏതാ കടാ? ഫുഡ് ഔട്ട്. നാളെ മുതൽ ഫുഡ് ഉണ്ടാക്കൽ നിർത്തിയിരിക്കുന്നു. രണ്ടുപേർക്ക് ഫുഡ് ഫ്രം ഔട്ട് സൈഡ് ഇഷ്ടം. അപ്പൊ ഫുഡ് പുറത്ത് നോക്കിയോ? അപ്പൊ അടുത്ത കാർഡ് തന്നു. ഒരെണ്ണം ഫുട്ബോള്, ഒരെണ്ണം ബാസ്കറ്റ് ബോള്. ഇതില് പൊന്നൂസിന് ചെയ്യാൻ ഇഷ്ടമുള്ളത് ആദ്യം കൈ പൊക്ക, എന്നിട്ട് ഞാൻ പറയുമ്പോ തുറന്നാ മതി ട്ടാ. പൊന്നൂസിന് ഇഷ്ടമുള്ളത് ഫുട്ബോൾ ആണോ ബാസ്കറ്റ് ബോൾ ആണോ? നിന്റെ ഏട്ടാ ഇവിടുന്ന് ആക്ഷനും ഇതൊന്നും കാണിക്കണ്ട കേട്ടോ. ഓക്കെ, പൊന്നൂസ് ഫസ്റ്റ് തുറക്ക് നോക്കട്ടെ. ഫുട്ബോളാ? ഫുട്ബോൾ. ആക്ച്വലി നിനക്ക് ബാസ്കറ്റ് ബോൾ അല്ലോ ഇഷ്ടം? ഇപ്പൊ ഫുട്ബോൾ ഇഷ്ടം? എടാ ഞാൻ അറിഞ്ഞില്ല ഒന്ന്. അപ്പൊ നെക്സ്റ്റ് ഞാൻ കൊടുത്തേക്കണത് മൊബൈൽ ആൻഡ് ബുക്ക് ആണ്. ഇതില് നമുക്ക് ഫിക്സ് ചെയ്തോ കയ്യില്. വാവുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, വാവുട്ടി തുറക്കാതെ മിക്കവാറും മൊബൈലായിരിക്കും. അവന് തീരെ ഇഷ്ടമില്ല. പൊന്നു ബുക്ക് എന്നങ്ങനെ എഴുതുന്നത് നല്ല എഴുതിയിരിക്കും ഞാൻ. മൊബൈല്. രണ്ടുപേർക്കും ബുക്ക് ഇഷ്ടമില്ല അല്ലേ? ബുക്ക് ഇഷ്ടപ്പെടുത്താട്ടെ. അപ്പൊ അടുത്ത കാർഡ് തന്നു. അതില് ഒരെണ്ണത്തില് ആപ്പിള്, ഒരെണ്ണത്തില് ബനാന. ഇതില് പൊന്നൂസിന് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട്. എടാ വാവുട്ടി നോക്കല്ലടാ. പൊന്നൂസ് കൈവക്കി. ഓക്കെ ഓക്കെ, പൊന്നൂസ് കാണിച്ചു തന്നിട്ടാന്ന്. മിക്കവാറും ബനാനയായിരിക്കും. അമ്മക്ക് കറക്റ്റ് അറിയാന്ന്. ആപ്പിളെന്ന് അങ്ങനെ എഴുതി പടക്കി ഞാൻ. ബനാന. ഒരു ദിവസം എത്ര ബനാന തിന്നു? 3.
അടുത്തത് ഞാൻ കൊടുത്തേക്കണത് അങ്ങോട്ട് ഡിസ്കഷൻ ഒന്നും ഇല്ല കേട്ടോ. ഇതിലിപ്പോ ആരുടെങ്കിലും ഒരു ഫേവറേറ്റ് കളറാ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സുഖമായിട്ട് പറയായിരുന്നു. ഇപ്പൊ ഇതിൽ ഞാൻ എഴുതിയത് ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ്. ഇതില് വാവുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ ഇത് രണ്ടും അല്ല വാവുട്ടിയുടെ ഫേവറേറ്റ് കളർ എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. ഇത് 10th ക്വസ്റ്റ്യൻ നമ്മുടെ വാവുട്ടി പൊക്കി ഓൾറെഡി. മുമ്പ് വന്നിട്ടുണ്ട്. ഇന്ന് തന്നെ ആവണേ, നാളെ അല്ലാട്ടാ ഇന്ന്. പ്ലീസ് ഇത് നോക്കി ഇപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞാ സെമി ഇത് കറക്റ്റ് പോയിന്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 9 ആ 9 അല്ലല്ലോ 8 അപ്പൊ അല്ലല്ല ഒരു പോയിന്റ് നിങ്ങളുടെ മിസ് ആയിട്ടുള്ളൂ. അപ്പൊ ഇത് തീരുമാനിക്കും ആരാ ഫസ്റ്റ് ആരാ സെക്കൻഡ്. ഫസ്റ്റ് സെക്കൻഡ് അല്ല, ഫസ്റ്റ് ആര് തോറ്റത്. ഓക്കെ എന്റെ ഇറക്കിയേ ഓക്കെ നിന്റെ കാണിക്കുന്നോട്ടെ. ആ ബ്ലൂ 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 ആണ് പ്ലീസ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ രണ്ടുപേരും സമനിലയിൽ എത്തിയിട്ടാ. അപ്പൊ 9 രണ്ടുപേരും സമനിലയിൽ എത്തിയത് കാരണം കൊണ്ട് ഇനി ഞാൻ ചോദിക്കാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഫസ്റ്റ് ആൻസർ പറയണ ആള് ചോദിക്കും. ഞാൻ ചോദിക്കാം രണ്ടുപേരുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ. ആദ്യം വാവുട്ടിയുടെ അടുത്ത് അമ്മ ഉണ്ടാക്കണ ഫുഡാണ് ഇഷ്ടം, അപ്പ ഉണ്ടാക്കണ ഫുഡാണ് ഇഷ്ടം? ഓക്കെ ഓ അതിന് പോയിന്റ് ഇല്ലല്ലേ. ഞാൻ ചോദിക്കാം അപ്പയുടെ ഫേവറേറ്റ് കളർ. അമ്മയുടെ ഫേവറേറ്റ് കളർ നിങ്ങൾക്ക് അറിയോ? യെല്ലോ. അപ്പയുടെ ഫേവറേറ്റ് കളർ. ഫസ്റ്റ് ആൻസർ പറയുന്ന ആൾക്ക് പ്രൈസ്. ആർക്കാ ഫസ്റ്റ് വരുന്ന വെച്ചാൽ വേഗം കൈപിടിക്കോ. റെഡ് തോറ്റു, നിന്റെ അവസരം പോയി. ബ്ലാക്ക്. യെസ് അപ്പൊ വേറെ അല്ലേ? അപ്പൊ വേറെ പറഞ്ഞതാണോ? അങ്ങനെയല്ല, അപ്പയുടെ ഇഷ്ടപ്പെട്ട കളർ ബ്ലാക്ക് ആ. സാരില്ല പുനസേ, വിഷമിക്കണ്ട കേട്ടോ. നോക്കിയേ 10 ദിവസം ചലഞ്ച് ഉണ്ട്. അപ്പൊ ഓരോ ദിവസം ഓരോരുത്തർ ജയിക്കണം. അപ്പയ്ക്കും അമ്മയ്ക്കും ഉണ്ട് ചലഞ്ച്. അത് നിങ്ങൾ ഏറ്റെടുത്ത് ഇതുപോലെ നിങ്ങൾ ചെയ്യണം. അപ്പയുടെ അടുത്ത് അമ്മയുടെ അടുത്ത് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം കേട്ടോ. നമ്മൾ അങ്ങനെയൊക്കെ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഇപ്പൊ ജയിച്ചേക്കണത്, ഇന്നത്തെ ഫസ്റ്റ് ചലഞ്ചിൽ ജയിച്ചേക്കണത് നമ്മുടെ എല്ലാവരുടെയും പൊന്നോമനയായ നമ്മുടെ സ്വന്തം വാവുട്ടി. അപ്പൊ ഇതിന്റെ പ്രൈസ് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നിട്ട് വേണ്ടേ ഇന്നത്തെ മാക്ഡൊണാൾഡ്സ് ഐസ്ക്രീം മതിയോ? അത് നമ്മുടെ സ്വന്തം നിന്റെ ഏട്ടൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരുന്നതായിരിക്കും. അപ്പോഴും കൈ കൊണ്ട് കാണിക്കുന്നോന്ന് വാങ്ങിച്ചു തരാട്ടാ. അപ്പൊ അത്രയ്ക്കുള്ളൂ. എന്തെങ്കിലും പറയാണ്ടോ? ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ വീഡിയോ? അടിപൊളിയാണോ? 10 days അല്ല 20 days ആക്കണേ. ഞാനപ്പോ മറ്റേ ഐഡിയകൾ കുറെ ഉണ്ടാക്കിണ്ടായിരുന്നു. അമ്മ ഇപ്പൊ 10 daysനുള്ള ഐഡിയകളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ചലഞ്ച് വീഡിയോ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.